മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവികാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കരുണയും കൃപയും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 27 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഇങ്ങനെയാണ് വായിച്ച് ധ്യാനിക്കുന്നത്. വ്യഭിചാരം ചെയ്യരുത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. വലത് കണ്ണ് നിനക്ക് പാപത്തിന് കാരണമാകുന്നെങ്കിൽ അത് ചുഴുന്നെടുത്ത് എറിഞ്ഞു കളയുക. പ്രിയപ്പെട്ടവരെ, പാപം പ്രവൃത്തി മാത്രമല്ല, ഹൃദയത്തിൻ്റെ അവസ്ഥ കൂടെയാണ് എന്ന് ഈശോനാഥൻ പഠിപ്പിക്കുകയാണ്. നോമ്പ് കാലത്തിൽ നമ്മൾ ഓരോരുത്തരും പരിശോധിച്ചു നോക്കേണ്ട ഒരു കാര്യം ഇതാണ്: എൻ്റെ ഹൃദയം എത്രമാത്രം പരിശുദ്ധമാണ്? ഞാൻ പ്രവൃത്തി കൊണ്ട് ഒരുപക്ഷെ പാപം ചെയ്യുന്നില്ല. നമ്മളൊക്കെ പലപ്പോഴും പറയുന്ന കാര്യമാണ്, ഞാൻ പാപം ചെയ്യുന്നില്ലല്ലോ. പ്രവൃത്തി കൊണ്ട് നമ്മൾ ഒരുപക്ഷെ പാപം ചെയ്യുന്നില്ല, പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ പാപം ചെയ്യുന്നുണ്ടോ? അത് നമ്മൾ പരിശോധിക്കണം. തെറ്റായ ചിന്തകൾ, തെറ്റായ ആഗ്രഹങ്ങൾ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഇട്ടുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ നമ്മൾ അശുദ്ധമാക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ ഓരോരുത്തരും ശരിക്കും പരിശോധിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. എന്താ കണ്ണ് ചുഴുന്നെടുത്ത് എറിഞ്ഞു കളയാൻ പറയുന്നത്? കണ്ണ് പാപത്തിന് കാരണമാകുന്നതിൽ അത് ചുഴുന്നെടുത്ത് എറിഞ്ഞു കളയാനായിട്ട് കർത്താവ് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? നോമ്പ് കാലത്തിൽ ചില കഠിന തീരുമാനങ്ങൾ എടുക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ട ദൈവമക്കളെ, പാപത്തിലേക്ക് നമ്മളെ നയിക്കുന്നതിൽ നിന്ന്, പാപത്തിലേക്ക് നമ്മെ നയിക്കുന്ന സംസാരത്തിൽ നിന്ന്, നോട്ടത്തിൽ നിന്ന്, സ്പർശനങ്ങളിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും അകന്നു മാറി നിൽക്കണം. പാപത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ബന്ധങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറി നിൽക്കണം. പാപത്തിലേക്ക് നമ്മളെ നയിക്കുന്ന വ്യക്തികളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറി നിൽക്കണം. ചില കടുത്ത തീരുമാനങ്ങൾ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട്, പാപത്തെ അതിജീവിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും എടുക്കണമെന്നുള്ളതാണ് തിരുവചനത്തിലൂടെ ഈശോനാഥൻ പഠിപ്പിക്കുന്നത്. നോമ്പുകാലം അതിനുള്ള കാലഘട്ടമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും വിശുദ്ധിയിൽ അനുഗ്രഹം പ്രാപിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. അശുദ്ധമാകുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ, നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥയെ പരിശോധിച്ച് ചില തീരുമാനങ്ങൾ എടുത്ത് ഈശോയോട് വിശുദ്ധിയിൽ ചേർന്ന് നിൽക്കുക. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്കും ഇവരുടെ അധ്വാനങ്ങളിലേക്കും അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ സംരക്ഷിക്കണമേ, പരിപാലിക്കണമേ. ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിൻ്റെ വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും തകരട്ടെ. കർത്താവെ, പുതിയ ആഴ്ചയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഈ ആഴ്ചയിലെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും ആശീർവദിക്കണമേ. ഞങ്ങൾ പോകുന്ന വഴികളിൽ അങ്ങ് കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ പരീക്ഷാ നിമിഷങ്ങളിൽ അവിടുന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന നിമിഷങ്ങളിൽ ആശ്വാസമായി അവിടുന്ന് കൂടെ ഉണ്ടായിരിക്കണമേ. ഈശോയെ, ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഈ മക്കളെ ഓരോരുത്തരെയും ഈ ആഴ്ച മുഴുവനും അനുഗ്രഹിക്കണമേ. കർത്താവെ, ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന്, ഈ ആഴ്ചത്തെ ഇവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് സർവ്വ തിന്മകളെയും ബന്ധനങ്ങളെയും തടസ്സങ്ങളെയും ശാപങ്ങളെയും പരാജയങ്ങളെയും ആപത്തുകളെയും അപകടങ്ങളെയും ബന്ധിച്ചു നിർവീര്യമാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.